സ്മിത സത്യൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, എനിക്ക് വായിൽ ഉമിനീര് അല്പം പോലും വരുന്നില്ല, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, പല്ല് പൊടിഞ്ഞു പോകുന്നുണ്ട്, ഞാൻ ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ഉമിനീരുണ്ടാവാൻ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതുവരെ ആരും ചോദിക്കാത്ത ചോദ്യമായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ആലോചിച്ചിട്ട് ഔചിത്യപൂർവ്വം പറയേണ്ട ഒരു ഉത്തരമാണ് കേട്ടോ. പക്ഷെ ഈ ഒരു ചോദ്യം എടുക്കുന്ന സമയത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതേമാതിരി തന്നെ ഈ ഒരു ചോദ്യം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്താ ഉത്തരം പറയാന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, ഉപ്പും പുളിയും ഗുരുവായൂരപ്പനെ സമർപ്പിച്ചോളൂ എന്ന്. ഉപ്പും പുളിയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഉപ്പാണെങ്കിലും പുളിയാണെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളൂറും എന്ന് പറയാറില്ലേ. ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും കാണുമ്പോൾ തന്നെ വായിൽ വെള്ളൂറും എന്ന് പറയാറുണ്ട് അല്ലേ. അതേമാതിരി അപ്പോൾ അതെന്താ ഉണ്ടാവണം, ഉമിനീരുണ്ടാവുകയാണ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഉമിനീരുണ്ടാവാൻ വേണ്ടിയിട്ട് ഉപ്പും പുളിയും ഗുരുവായൂരപ്പനെ സമർപ്പിച്ചോളൂ. അത് ഇത്ര അളവ് എന്നൊന്നുമില്ല കേട്ടോ, ഭക്തരുടെ ഇഷ്ടമാണ് എത്ര അളവിൽ കൊടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. ഇനി ഉപ്പും പുളിയൊക്കെ ഗുരുവായൂരപ്പന് കൊടുക്കാൻ പാടുമോ എന്ന് ഒരു സംശയം തോന്നുന്ന ആൾക്കാർക്ക് നമ്മൾ ഗുരുവായൂരപ്പന്, നമ്മുടെ ഗുരുവായൂരമ്പലത്തിലെ നമ്മുടെ ഗുരുവായൂരപ്പന് മുമ്പിൽ എന്തും സമർപ്പിക്കാം. അങ്ങനെ ഇന്നത് എന്നൊന്നുമില്ല. ഗുരുവായൂരപ്പന് ഭക്തിയോടെ എന്ത് സമർപ്പിച്ചാലും ഗുരുവായൂരപ്പൻ അതവിടെ സ്വീകരിക്കുകയും ചെയ്യും. അതിന് വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉപ്പും പുളിയും സമർപ്പിച്ചോളൂ. ഇതിനെ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് ചോദിച്ചാൽ കൊടിമരത്തിൻ്റെ ചുവടെയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് നന്നായിട്ട് തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചോളൂ. സ്മിതാജിക്ക് എത്രയും പെട്ടെന്ന് ഇത് മാറട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ.